ബ്രോ, ഈ സിനിമ കാണുന്നത് വരെ സിനിമകൾക്ക് മനുഷ്യനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം ഞാൻ വിശ്വസിച്ചിരുന്നില്ല. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കാര്യമാണ് ഈ സിനിമയാണ് എന്റെ ജീവിതം മാറ്റിയത്. ഞാനിപ്പോ നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഈ ഒരു സിനിമയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് കുറച്ച് ഡിപ്രഷനിലൊക്കെ ആയിരുന്നു. എന്ത് ചെയ്തിട്ടും അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റുന്നില്ല, ആകെ മടുത്തൊരവസ്ഥ. അങ്ങനെ ഇരുന്നപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഈ സിനിമ സജസ്റ്റ് ചെയ്തത്. എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായില്ല, പക്ഷെ എനിക്ക് ഒരുപാട് സമയം വേസ്റ്റ് ചെയ്യാനുള്ളത് കൊണ്ട് ഞാൻ ആ സിനിമ കണ്ടു. പക്ഷെ ലിറ്ററലി പറയുകയാണെങ്കിൽ ആ ഒരു സിനിമയാണ് എന്റെ ജീവിതം മൊത്തത്തിൽ മാറ്റിയത്. മാസങ്ങളായിട്ട് എന്റെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു ഡിപ്രഷൻ എന്ന് പറയുന്ന മാറാവ്യാധി വെറും 2 മണിക്കൂർ കൊണ്ട് ഈ സിനിമയ്ക്ക് മാറ്റാൻ കഴിഞ്ഞു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സിനിമയുടെ മാജിക് എന്താണെന്ന്, സിനിമയ്ക്ക് എങ്ങനെ ആൾക്കാരെ കൺട്രോൾ ചെയ്യാൻ പറ്റും, ആൾക്കാരെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമെന്ന്. ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ളൊരു സിനിമയെ കുറിച്ചായിരിക്കും, ദ പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ്. ഒരു റിയൽ ഇൻസിഡന്റിനെ ബേസ് ചെയ്ത് ഇറങ്ങിയിട്ടുള്ള ഒരു സിനിമയാണ്. ക്രിസ് ഗാർണർ എന്ന് പറയുന്ന ഒരു ഓഹരി നിക്ഷേപകന്റെ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങളും അയാൾ എങ്ങനെ വിജയിച്ചു എന്നൊക്കെ ഉള്ള ഒരു കഥ പറയുന്ന ഒരു സിനിമയാണ്. നിങ്ങൾ ഈ സിനിമ കണ്ട ആളാണെങ്കിൽ ഇതിന്റെ കഥയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയായിരിക്കും. പക്ഷെ ഈ സിനിമയുടെ കഥയേക്കാൾ കൂടുതൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ആ കഥ പറയുന്ന രീതിയാണ്, ആ കഥ പോകുന്ന ഏരിയാസ് ആണ്. ഒരാള് തന്റെ കുടുംബത്തിനും തനിക്കും വേണ്ടിയിട്ട് സക്സസ്ഫുൾ ആവണം, തനിക്ക് ജീവിതത്തിൽ ഒരു കാര്യം നേടിയെടുക്കണം, തനിക്കൊരു ലക്ഷ്യമുണ്ട് എന്ന രീതിയിൽ അത് ഫിക്സ് ചെയ്യുന്നു. അതിലേക്ക് അയാൾ പോകാൻ തുടങ്ങുന്ന ദ വെരി മൊമെന്റ് മുതൽ അയാൾക്ക് കിട്ടുന്നത് റിജക്ഷൻസ് ആണ്, അയാൾക്ക് കിട്ടുന്നത് ഫെയിലിയേഴ്സ് ആണ്, അയാൾക്ക് കിട്ടുന്നത് സെറ്റ് ബാക്സ് ആണ്. അയാൾ ഓരോ അടി മുന്നോട്ട് പോകും തോറും 4 അടി അയാൾ പിറകിലോട്ട് വരികയാണ്. എന്ത് ചെയ്താലും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചെയ്യുന്നതെല്ലാം പരാജയപ്പെട്ട് ജീവിതത്തിൽ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്ത് എന്ത് ചെയ്തിട്ടും ശരിയാകുന്നില്ല എന്നുള്ള രീതിയിൽ, പക്ഷേ എന്നിട്ടും തനിക്ക് മുന്നോട്ട് പോകണം, തനിക്ക് ആ സാധനം നേടിയെടുക്കണം എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യന്റെ ജീവിതമാണ് നമ്മൾ ഈ സിനിമയിൽ കാണുന്നത്. എന്നിട്ട് അവസാനം ആ മനുഷ്യൻ ജയിക്കുമ്പോൾ, അയാൾ ആഗ്രഹിച്ച ലക്ഷ്യം നേടിയെടുക്കുമ്പോൾ, അയാൾ സെറ്റ് ചെയ്ത ഗോളിനടുത്തേക്ക് അയാൾ എത്തുമ്പോൾ അയാൾക്ക് ഉണ്ടാകുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ട്. അത് സ്ക്രീനിൽ കാണിച്ചേക്കുന്ന ഒരു രീതിയുണ്ട്. ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് അതിൽ കൂടുതൽ ഹാപ്പിനെസ് കിട്ടും. ഹാപ്പിനെസ്സേക്കാൾ കൂടുതൽ നമ്മളെല്ലാവരും മറന്ന, അല്ലെങ്കിൽ നമ്മളെല്ലാവരും വേണ്ടാന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഗോൾ ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് നേടിയെടുക്കണം നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സാധനം ഉണ്ടാവും. അത് കിട്ടണമെന്നുള്ള, അല്ലെങ്കിൽ അത് നേടണമെന്നുള്ള, എന്തൊക്കെ സംഭവിച്ചാലും, എന്തൊക്കെ ഫെയിലിയേഴ്സ് ഉണ്ടായാലും, എന്തൊക്കെ സെറ്റ് ബാക്സ് ഉണ്ടായാലും ഞാൻ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കും, ഞാനത് നേടിയെടുക്കും എന്നുള്ള ആ ഒരു കോൺഫിഡൻസ്, ആ ഒരു വിൽ പവർ നമ്മൾ ഉണ്ടാക്കാൻ ആ സിനിമയ്ക്ക് കഴിയും. നമ്മൾ ഇതുവരെ വന്നതൊന്നും ഒന്നുമല്ല, നമുക്ക് ഇതുവരെ നേരിട്ടതൊന്നും ഒരു പ്രശ്നങ്ങളല്ല, നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് പ്രശ്നങ്ങളേ അല്ല, ഇതിലും വലിയ പ്രശ്നങ്ങൾ നമുക്ക് വരാനുണ്ട്. പക്ഷേ നമുക്ക് ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ട് എന്നുള്ളൊരു വിശ്വാസം, എന്നുള്ളൊരു കോൺഫിഡൻസ് ഈ സിനിമ നിങ്ങൾക്ക് തരും. അത്ര അടിപൊളിയായിട്ട് എടുത്തിട്ടുള്ളൊരു സിനിമയാണിത്. ഈ സിനിമയെ കുറിച്ച് എത്ര പറഞ്ഞാലും എനിക്ക് മതിയാവില്ല. എത്ര സമയം വേണമെങ്കിലും ഈ സിനിമയെ കുറിച്ച് എനിക്ക് സംസാരിച്ചിരിക്കാൻ പറ്റി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് സിനിമകൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഉള്ള ഒരു സിനിമയാണ് ദ പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ്, അതുപോലെ തന്നെ ഇന്റർസ്റ്റെല്ലർ. ഈ 2 സിനിമകളാണ് എൻ്റെ ജീവിതത്തെ ഏറ്റവും നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള സിനിമ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെ തന്നെ ആയിരിക്കും. നിങ്ങൾ എല്ലാവരെയും ഇതുപോലെ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു സിനിമയും ഉണ്ടാവും. ആൻഡ് ആ സിനിമ ഏതാണെന്ന്, നിങ്ങളുടെ ലൈഫിനെ മാറ്റിമറിച്ച, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ വ്യൂ തന്ന, ഇങ്ങനെയല്ല ഞാൻ ലൈഫിനെ നോക്കി കാണേണ്ടത്, ഇങ്ങനെയല്ല ഞാൻ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പണിയെടുക്കേണ്ടത്, ഇങ്ങനെയല്ല ഞാൻ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് തോന്നിച്ച ഒരു സിനിമ ഉണ്ടാവും. ഒരു സിനിമ എങ്കിലും ഉണ്ടാവും. ആ സിനിമ ഏതാണെന്ന് കമന്റ് ചെയ്യും.